ദേശീയ അവാർഡ് നിർണയത്തിൽ ചില പാകപ്പിഴകൾ അല്ലെങ്കിൽ കാലാനുസൃതമായ മാറ്റം വരണം എന്ന് പല കോണുകളിൽ നിന്ന് ഇപ്പോൾ ചർച്ച വരുന്നുണ്ട്. ഇപ്പം സാധാരണഗതിയിൽ അവാർഡ് കിട്ടാത്തവരാണ് ചർച്ചയ്ക്ക് തുടക്കമിടാറെങ്കിലും, പക്ഷേ ഇത്തവണ ഉർവശി ചേച്ചിയാണ് ഒരു തുടക്കം. അതായത് എങ്ങനെയാണ് ഒരു നടനെ സഹനടനായിട്ടും മികച്ച നടനുമായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നത്? അതായത് മുൻപ് നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പല സിനിമകളിലെയും ഒരു സീനിൽ വന്ന് നമ്മളെ ഞെട്ടിച്ചു പോയ നടന്മാർ പോലും മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ പ്രധാന റോളുകളിൽ അഭിനയിച്ച ആളുകൾ മികച്ച നടനും അതല്ലാതെ റോളുകളിൽ അഭിനയിച്ച ആളുകൾ സഹനടനും സഹനടിയായിട്ട് മാറുന്നു എന്നുള്ളൊരു അഭിപ്രായം ഉർവശി ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡായാലും നാഷണൽ അവാർഡായാലും എനിക്കുറപ്പുണ്ട് ഇതിൽ ഇടപെടലുകൾ നടക്കുന്നുണ്ട്. ഉറപ്പായിട്ടും. കാരണം ആ ഭരിക്കുന്ന പാർട്ടിയുടെ അനുഭാവികളാണ് ജൂറിയായിട്ട് വരിക. അവിടെ ഇടപെടലുകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. വിജയരാഘവന് ഏറ്റവും നല്ല സഹനടനുള്ള അവാർഡാണ് കൊടുത്തത്. എന്ത് മാനദണ്ഡമാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. കേരളത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. പൂക്കാലം എന്ന് പറയുന്ന സിനിമയിലെ നായകൻ വിജയരാഘവനാണ്. അതെ, കറക്റ്റാണത്. പിന്നെന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് സഹനടൻ്റെ അവാർഡ് കൊടുത്തത്? ഇപ്പം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 12th ഫെയിലിൽ അഭിനയിച്ച ആ ചെറുപ്പക്കാരനാണ് നല്ല നടനുള്ള അവാർഡ് കൊടുത്തെന്ന് തോന്നുന്നു. ഷെയർ ചെയ്ത് മികച്ച 2 നടന്മാരായി തിരഞ്ഞെടുക്കാമായിരുന്നു. സഹനടനുള്ള അവാർഡാണ് കൊടുക്കേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.